ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഡിസൈൻ ലേസി ഡേസി സ്റ്റിച്ചും ഫ്രഞ്ച് നോട്ടും വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമുക്ക് ഇതുപോലെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടുന്ന് താഴേക്ക് ഇങ്ങനെ വരുന്ന രീതിയിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം ഇതൊരു ഫ്ലവറിൻ്റെ ഹാഫ് പോർഷൻ ചെയ്യുന്ന രീതിയിൽ അപ്പോഴായിരിക്കും കാണാൻ കുറച്ചൊരു ഭംഗിയുണ്ടായിരിക്കും, ഒരു മോഡേൺ ലുക്ക് വരുന്നതിന്. അപ്പോൾ ആ രീതിയിലാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ അതുകൊണ്ട് നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് ഇതിൻ്റെ ഹാഫ് പോർഷൻ വെച്ചിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ സർക്കിൾസ് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലവർ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതെങ്ങനെ ചെയ്യണം നോക്കാം. അതും തന്നെ ഇതിൻ്റെ കറക്റ്റ് മിഡിലായിട്ട് നെക്കിന് താഴെ കറക്റ്റ് മിഡിലായിട്ട് വരുന്ന രീതിയിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ അത് കറക്റ്റ് മിഡിലായിട്ട് ലൈൻ വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്ലവർ ഷേപ്പ് സർക്കിൾസ് വരച്ചു കൊടുക്കാം എത്ര വേണം എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എത്ര ഫ്ലവേഴ്സ് വേണമെങ്കിലും ഇങ്ങനെ വരയ്ക്കാം. അതുകൊണ്ട് ഞാനിതുപോലെ സർക്കിൾസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തേക്ക് നമ്മൾ ചെയ്യില്ല, ഇതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മളിവിടെ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് വരുന്ന രീതിയിൽ ഫ്രഞ്ച് നോട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അത് ഫ്രഞ്ച് നോട്ട് ഇടും. ഇതുപോലെ 2 പ്രാവശ്യം ചുറ്റി താഴേക്ക് എടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഇത് ചുറ്റുമായിട്ട് ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു റൗണ്ട് ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതിന് ചുറ്റും കൂടി ഒരു റൗണ്ടും കൂടി ഫ്രഞ്ച് നോട്ട് ഇട്ട് ഈ ഒരു ഡിസൈനിൽ ഫ്രഞ്ച് നോട്ട് കംപ്ലീറ്റ് ചെയ്ത് ബാക്കി ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യാം. ഇതിപ്പോൾ വേറെ കളർ കോമ്പിനേഷനൊക്കെ നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഗ്രീനും ഇവിടെ ഒരു ലൈറ്റ് ബ്ലൂ കളറിലാണ് ലേസി ഡേസി സ്റ്റിച്ച് വരുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇതുപോലെ ഫ്രഞ്ച് നോട്ട് കൊടുത്ത് ഇതുപോലെ ഫുൾ സർക്കിളായിട്ടാണ് ഫ്രഞ്ച് നോട്ട് കൊടുത്തത്. ഇനി ഫ്ലവർ നമ്മൾ ഇവിടെ മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ ഇതൊരു സർക്കിൾ ഷേപ്പിൽ തന്നെ ആവണം കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും സർക്കിൾ ഷേപ്പിൽ നമുക്കിങ്ങനെ കൊടുക്കാം. അതെന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ എന്തെങ്കിലും ഫ്രീ ഹാൻഡായിട്ട് ചെയ്തതേ ഉള്ളൂ.
ഇനി നമ്മൾ അടുത്ത ഫ്ലവറിൻ്റെ പെറ്റലായിട്ട് കൊടുക്കുന്ന ലേസി ഡേസി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കളറ് നൂലെടുക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ലേസി ഡേസി സ്റ്റിച്ച് കൊടുക്കാം. ഇതുപോലെ കൊടുത്ത് ഞാൻ ചുറ്റിയെടുക്കാം. അവിടെ തന്നെ താഴ്ത്തി ഇറക്കാം സൂചി. കണ്ടോ, ഇപ്പം നമ്മൾ ഇതുപോലെ ഒരു ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് താഴെയായിട്ട് 2-3 എണ്ണം ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ലൊരു ഡിസൈനായിട്ട് മാറും ഇത്. അപ്പോൾ നമുക്ക് അടുത്ത ഇവിടെയും
എത്ര ഡിസ്റ്റൻസ് വേണം, എത്ര ഫ്ലവർ വേണമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ താഴെ ചെയ്ത് കൊടുത്താണ് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.